ഹായ്, നമുക്കിന്ന് കടല കൊണ്ട് കുറുമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കടല നമ്മൾ എത്രത്തോളം കഴിക്കുന്നുവോ അത്രത്തോളം നല്ലതാണ്. കടലയിൽ വൈറ്റമിൻസും മിനറൽസും ഫൈബർ കണ്ടന്റ് ഒക്കെ ധാരാളം ഉണ്ട്. കടലയിൽ പ്രോട്ടീൻ കണ്ടന്റും നല്ലപോലെ ഉണ്ട്. അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് മീറ്റിൽ നിന്നൊക്കെ കിട്ടാത്ത പ്രോട്ടീൻ കണ്ടന്റ് കടലയിൽ നിന്ന് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് കടല കൊണ്ട് കുറുമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഇതിനു വേണ്ട ചേരുവകൾ: കടല 1/2 കപ്പ്, വെള്ളം ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, സവാള 1 ഉപ്പ് ആവശ്യത്തിന്, പച്ചമുളക് 1, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, തക്കാളി 1 വലുത്, കറിവേപ്പില 1 തണ്ട്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിയില 1 ടേബിൾ സ്പൂൺ, തേങ്ങ 2 ടേബിൾ സ്പൂൺ, കശുവണ്ടി പരിപ്പ് 6, പെരിഞ്ജീരകം 1/4 ടീസ്പൂൺ. ഇനി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലയാണ് എടുത്തിരിക്കുന്നത്. കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വെള്ളക്കടലയാണ് നല്ലത്. ഇനി ഇത് കഴുകിയെടുത്തിട്ട് കുക്കറിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. എനിക്ക് 4 വിസിൽ വേണ്ടി വന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ കുക്കറിനനുസരിച്ചിട്ട് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇനി ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. ഇനി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലോട്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി സവാള ബ്രൗൺ നിറം ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി തീ കുറച്ചിട്ടിട്ട് 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കടല വേവിച്ച വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കടല വേവിച്ച വെള്ളം ചേർക്കുന്ന മുമ്പ് ആ വെള്ളത്തിലെ ഉപ്പ് നോക്കുക. അല്ലാതെ എടുത്ത് ചേർത്ത കറിയുടെ ഉപ്പ് കൂടിപ്പോവും. കാരണം നമ്മൾ സവാളയ്ക്കൊക്കെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ഉപ്പ് കൂടുതലാണെങ്കിൽ ആ വെള്ളം ചേർക്കണ്ട, വേറെ വെള്ളം ഒഴിച്ചാലും മതി. ഇത് ഏകദേശം 1/4 കപ്പ് വെള്ളമേ കാണുള്ളൂ. കൂടി പോകരുത് വെള്ളം. ഇനി ഇത് അടച്ചു വെച്ച് തിള വരുന്നവരെ വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 6 അണ്ടിപ്പരിപ്പ്, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഇതെല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതീയിലിട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തുകൊണ്ടാണ് കറി ഇങ്ങനെ കുറുകി വന്നത്. ഇപ്പോൾ കുറുമ തയ്യാറായിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കുറുമ തയ്യാറായിട്ടുണ്ട്. ഇത് പുട്ട്, അപ്പം, ചോറ്, പൊറോട്ട എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.